ഗൈസ്, ഞാനിപ്പോൾ ചെട്ടിയാർമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ യാത്രക്കിടെ ഒരു കാഴ്ചയുണ്ട്. ഒരു ടാറ്റയുടെ എയ്സ് വാന് ഇവിടെ റണ്ണിങ്ങിൽ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. അതിൽ 5 പേര് യാത്രക്കാരുണ്ടായിരുന്നു, 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഫുള്ളായിട്ട് കത്തി തീർന്നു പോയി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ കാണും, ആരും സ്കിപ്പ് ചെയ്യല്ലേ, ഫുള്ളായിട്ട് കാണും. ഇതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ഫുള്ളായിട്ട് കത്തിപ്പോയി. ഫുള്ളായിട്ട് വെച്ചാൽ ഒരു സാധനം പോലും ബാക്കിയില്ല. കുറഞ്ഞ ഈ ടയറിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഇതേത് വണ്ടിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായിപ്പോയി. ഇതിൽ 5-6 പേര് യാത്രക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആർക്കും പൊള്ളലോ കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ല. പെട്ടെന്ന് വണ്ടി പുക വരികയും അങ്ങനെ ഡ്രൈവർ സൈഡാക്കി നിർത്തുകയും ചെയ്തു. അത്യാവശ്യം പ്രായമുള്ള ഒരു ഇക്കയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിരുന്നു ഈ വണ്ടിയിൽ യാത്ര ചെയ്തത്. 2 കുട്ടികളുണ്ടായിരുന്നു പറയുന്നുണ്ട്. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുക ഉയരുകയും വണ്ടി സൈഡാക്കി നിർത്തിയതോടുകൂടി വണ്ടി തീപിടിക്കുകയാണ് ചെയ്തത്. ഇതൊരു 2012-13 ടൈമിൽ ഇറങ്ങിയ ടാറ്റയുടെ എയ്സ് വണ്ടിയാണ്. തീപിടുത്തത്തിന് കാരണം വയറിംഗ് ഷോർട്ട് ആവാനാണ് ചാൻസ് എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാറ് കത്തി, മറ്റു വാഹനങ്ങൾ കത്തി എന്നൊക്കെ കേൾക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഡെയിലി ഓരോ വാഹനങ്ങൾ കത്തുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് കാറുകൾ കത്തിയതായി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാഹനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ കുടുംബം കഴിച്ചിലായത്. വലിയൊരു അപകടം. വണ്ടിൻ്റെ ഒരു സാധനം പോലും കത്താത്തതില്ല. ഇതൊരു ഡീസൽ വണ്ടിയാണ്, ഒരു പെട്രോൾ വണ്ടി അല്ല. ഇത് ശരിക്കും ഡീസൽ വണ്ടിയാണ്. 2013 സമയത്ത് ഇറങ്ങിയ ടാറ്റയുടെ ഡീസൽ വണ്ടിയാണ്. കുട്ടികളടക്കം തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്. ഈ വണ്ടിയുടെ രൂപം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ശരിക്കും എനിക്കെന്തോ ആയിപ്പോയി ഈ വണ്ടി ഇങ്ങനെ കണ്ടിട്ട്. ഞാനിവിടെ എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെയാണ് ഈ വണ്ടിയുടെ തീ അണച്ചതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്.